കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നടക്കുന്ന ഒരു ചർച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനമാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ക്ഷീണങ്ങളും കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു യാത്ര പോകണം എന്നാഗ്രഹമുണ്ടാകുന്നു. അദ്ദേഹം സ്വന്തം ഭാര്യയും കൊച്ചുമക്കളും മരുമകനും മകളുമൊക്കെയായി ഒരു അവധിക്കാലം ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഉയരുന്ന മറ്റു ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവി എന്നത് അത്തരത്തിൽ അവധിയെടുത്ത് പോകുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായും പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടുത്തെ ഭരണഘടന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന തരത്തിലും പോകുവാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ എന്തിനാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, അത്തരത്തിൽ മുഖ്യമന്ത്രി പോയാൽ കേരളത്തിൽ മറ്റ് സംവിധാനങ്ങൾ എപ്രകാരമാണ് നടക്കുവാൻ പോകുന്നത്, ആർക്കാണ് അതിൻ്റെ ചുമതല, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന പദവിയിൽ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇത്. എന്തിനാണ് മുഖ്യമന്ത്രി പോകുന്നത് എന്ന് പ്രതിപക്ഷ പാർട്ടികളടക്കം ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി നൽകുവാൻ ഇടതുപക്ഷ പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്ന നേതാക്കന്മാർക്കോ കഴിയുന്നില്ല. ഇ.പി. ജയരാജനും എ.കെ. ബാലനും അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഒരു സ്വകാര്യ യാത്ര നടത്തുന്നു. അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുവാൻ എന്ത് അധികാരമാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത് എന്നാണ് അവരുയർത്തുന്ന ചോദ്യം. പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുക തന്നെ ചെയ്യില്ലേ? കാരണം ഇതാദ്യമായല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പുറത്തേക്ക് ഒരു പര്യടനം നടത്തുന്നത്. ആരോഗ്യകരമായൊരു പ്രശ്നമാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ അവധിയെടുത്താൽ പകരം മറ്റൊരാളെ കേരളത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവും, ഒപ്പം കേരളം ഭരിക്കുന്ന പാർട്ടി എന്ന തരത്തിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പോകുമ്പോൾ പകരം അദ്ദേഹം അലങ്കരിച്ചിരുന്ന മുഖ്യമന്ത്രി പദവിയിലേക്ക് ഭൂരിപക്ഷമായി മുന്നിൽ നിൽക്കുന്ന പാർട്ടി എന്ന തരത്തിൽ എടുക്കേണ്ട ചില നിലപാടുകൾ, ചില തീരുമാനങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയപ്പോൾ അവിടേക്ക് മറ്റാരെയെങ്കിലും സ്ഥാനാരോഹണം നടത്താമായിരുന്നു പാർട്ടിക്ക്. 1967 കാലഘട്ടത്തിൽ EMS നമ്പൂതിരിപ്പാട് ഇത്തരത്തിൽ ഒരു വിദേശ പര്യടനം നടത്തിയപ്പോഴും, അച്യുതമേനോൻ ഒരു വിദേശ പര്യടനം നടത്തിയപ്പോഴും, മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരനും ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാരൊക്കെ ഇത്തരത്തിൽ യാത്രകൾ നടത്തുമ്പോൾ പകരം മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് നിർത്തിയിരുന്നു. എന്നാൽ നിലവിൽ കേരളം ഭരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാദ്യമായല്ല കേരളത്തിന് പുറത്തേക്ക് ഒരു പര്യടനം നടത്തുന്നത്. എപ്പോഴൊക്കെ അദ്ദേഹം കേരളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ അന്നെല്ലാം കേരളം അവധിയിലായിരുന്നു. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുവാൻ, അല്ലെങ്കിൽ കേരളം ആ സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ അതിന് കൃത്യമായ രീതിയിലൊരു നിലപാട് പറയുവാനോ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുവാനോ കഴിയുന്ന ഒരു നാഥനില്ല കളരി പോലെ ആയിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ. സ്വാഭാവികമായും ഒരു മനുഷ്യന് ശാരീരികപരമായുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ ആരോഗ്യകരമായൊരു പ്രശ്നത്തിൽ പോയാൽ പോലും പകരം മറ്റൊരാളെ സ്ഥാനാരോഹണം നടത്തിയിട്ട് വേണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പുറത്തേക്ക് യാത്ര നടത്തുവാൻ. അദ്ദേഹം അതൊന്നും ചെയ്യുന്നില്ല. കൂടാതെ ഹോട്ടലുകൾ പോലെ, ആശുപത്രികൾ പോലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും ഇരുന്ന് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അത്രമേൽ അശ്രദ്ധമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് തന്നെയാണ് അതിൽ പറയേണ്ടത്. കേരളത്തിൽ നടത്തുവാനിരുന്ന മന്ത്രിസഭാ യോഗം മാറ്റിവെക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥലത്തില്ല. അദ്ദേഹം സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി പലയിടങ്ങളിലായി പോവുകയാണ്. 6 മുതൽ 12 തീയതി വരെ ഇന്തോനേഷ്യ, 12 തീയതി മുതൽ 18 തീയതി വരെ സിംഗപ്പൂർ, 19 തീയതി മുതൽ 21 തീയതി വരെ UAE, അങ്ങനെ 16 ദിവസം കേരളത്തിന് ഔദ്യോഗികപരമായൊരു നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ഈ രാജ്യങ്ങളിലെ എല്ലാം സ്വകാര്യ ഇടങ്ങളിൽ പോയി ആ സമയങ്ങളിലൊക്കെ കേരളത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഇരുന്ന് കേരളത്തെ ബുദ്ധിമുട്ടിക്കുവാൻ തന്നെയാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങളുള്ളത്. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാത്തതുകൊണ്ട് മന്ത്രിസഭാ യോഗം കൂടാതെ ഇരിക്കുകയാണ്. അല്ല, ഇനി അദ്ദേഹം കൂടുമെങ്കിൽ തന്നെ ഓൺലൈനായി കൂടുമെന്ന് പാർട്ടി പറയുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സഭായോഗത്തിൽ മുഖ്യമന്ത്രി ഒരു സ്വകാര്യ സ്ഥാപനത്തിലോ ഒരു സ്വകാര്യ ഇടത്തിലോ ഇരുന്നോ അല്ല, അവിടുത്തെ വൈഫൈ ഉപയോഗിച്ചുകൊണ്ടല്ല മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സഭായോഗത്തിലോ പങ്കെടുക്കേണ്ടത്. വളരെ ശ്രദ്ധാപൂർവം
സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സംസ്ഥാനത്തെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, സംസ്ഥാനത്തെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ സ്വത്തുവകകൾ അടക്കമുള്ളവ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്ന സഭായോഗത്തിൽ വിദേശ രാജ്യങ്ങളിലെ ഏതോ ഒരു സ്വകാര്യ കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ റെസ്റ്റോറൻറ്റെയോ സ്വകാര്യ ഇടങ്ങളിലോ കിട്ടുന്ന വൈഫൈയിലൂടെ കേരളത്തിൻ്റെ മന്ത്രിസഭാ യോഗത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി ഓൺലൈനായി കടന്നു വരുന്നു എന്നുള്ളത് എത്ര മോശപ്പെട്ട ഒരു പ്രവണതയാണ്. ഈ ചോദ്യങ്ങൾക്കും ഈ സന്ദർഭങ്ങൾക്കുമൊക്കെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളം ഭരിക്കുന്ന പാർട്ടിയും മറുപടി നൽകേണ്ടത്. അല്ലാതെ AK ബാലൻ പറഞ്ഞതുപോലെയല്ല. 92,000 രൂപ ശമ്പളം വാങ്ങുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, TA-യും DA-യും അടക്കമുള്ളവ നേടുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം വിദേശത്തേക്ക് പോകുമ്പോൾ ആരോടാണ് അറിയിക്കേണ്ടതെന്നാണ് പാർട്ടി അംഗങ്ങൾ ചോദിക്കുന്നത്. അറിയിക്കണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളം വിട്ട് പുറത്തേക്ക് പോയാൽ, വിദേശയാത്ര നടത്തിയാൽ അദ്ദേഹം എവിടെയാണ് പോകുന്നതെന്ന് അറിയിക്കണം. അദ്ദേഹം കേവലം ഒരു വ്യക്തിയല്ല, അതിനപ്പുറത്തേക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന ബോധ്യമുണ്ടാകണം. പകരം മറ്റൊരാളെ വെക്കണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആ സ്ഥാനത്തിരുന്നു കൂടി കേരളത്തെ ഭരിക്കുവാൻ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ, ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രാപ്തിയും യോഗ്യതയുമുള്ള മറ്റൊരാളെ കണ്ടെത്തി ആ സ്ഥാനത്തേക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഇരുത്തണം. ഇതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചൂടും ചൂരും കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് അവസാനിച്ചതുകൊണ്ട് താനും കുടുംബവും ഒരു വിനോദയാത്ര നടത്തുന്ന തരത്തിലേക്ക് പോയി വരുന്നത് ശരിയായ പ്രവണതയല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് സർക്കാർ മറുപടി പറഞ്ഞേ മതിയാകൂ. അതിന് മുഖ്യമന്ത്രിയും കൃത്യമായി മറുപടി തന്നെ മതിയാകൂ. ഇതാദ്യമായല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ കേരളത്തെ നാഥനില്ലാ കളരിയാക്കി മാറ്റുന്നത്.